അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഡീകണ്ടാമിനേഷൻ ഏരിയയെക്കുറിച്ചാണ്. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ പാരാമീറ്റേഴ്സ് അതിനെപ്പറ്റി പറഞ്ഞു. അവിടെ ഏതൊക്കെ മെഷീൻ കാണും, അല്ലെങ്കിൽ ആ ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയയുടെ വർക്ക് ഏരിയ സെറ്റപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അവിടുത്തെ മെയിൻ വർക്കിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. മെയിൻ വർക്ക് എന്ന് പറയുമ്പം ക്ലീനിങ് അല്ലേ, ഇൻസ്ട്രുമെൻ്റ് വാഷിംഗ്, അതാണ് മെയിൻ വർക്ക്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ക്ലീനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അതിലൊക്കെ ഇത്രയ്ക്ക് എന്താണ് പഠിക്കാതിരിക്കുന്നത്. നമ്മൾ വീട്ടിലിപ്പോൾ തുണികൾ കഴുകുന്നു, അല്ലെങ്കിൽ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകുന്നു. അതുപോലെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റുകളും വാഷ് ചെയ്തെടുത്താൽ പോരെ. വെള്ളത്തിനകത്ത് എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഡിറ്റർജൻറ്റും ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞെടുത്ത് വാഷ് ചെയ്തെടുത്താൽ പോരെ. അതിലെന്താണ് ഇത്രയ്ക്ക് തിയറട്ടിക്കലി പഠിക്കാനുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ക്ലീനിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് റീപ്രോസസ്സിങ്ങിൻ്റെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പാണ്, അത് വളരെ ക്രിട്ടിക്കലുമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. വിതൗട്ട് പ്രോപ്പർ ക്ലീനിങ് വി കനോട്ട് അക്കംപ്ലിഷ് സ്റ്റെറിലൈസേഷൻ ഓർ ഡിസിൻഫെക്ഷൻ. അതായത് ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്യാതെ നമുക്കൊരിക്കലും സക്സസ്ഫുള്ളായി സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾ പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദ ബയോ ബേർഡൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസും സർവൈവ് ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെൻസിൻ്റെ സോയിൽഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിന് പുറത്തുള്ള ബ്ലഡ്, അതർ ബോഡി ഫ്ലൂയിഡ്സ്, ഓർഗാനിക് മാറ്റേഴ്സ്, ഇൻഓർഗാനിക് മാറ്റേഴ്സ്, ഇതിലൊക്കെയാണ്. അപ്പോൾ ഇതിനെയെല്ലാമാണ് നമ്മൾ ക്ലീനിങ് വഴി കഴുകി കളയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കഴുകി കളയുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബയോ ബേർഡനും ഒഴിവാകുന്നുണ്ട്. അതാണ് ക്ലീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു CSSD ടെക്നീഷ്യൻ്റെ വർക്ക് തുടങ്ങുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലീനിങ്ങിൽ നിന്നാണ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾ വാഷിങ്ങിന് അല്ലെങ്കിൽ ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി വരും. അപ്പം നമുക്ക് ഏത് ഡ്യൂട്ടിയാണോ, ഏത് ഏരിയയിൽ ഡ്യൂട്ടിയാണോ തരുന്നത്, അത് ഒരു മടിയും കൂടാതെ സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അതനുസരിച്ച് വർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം ഒരു CSSD ടെക്നീഷ്യൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റി, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കറിൻ്റെയും പേഷ്യൻറ്റിൻ്റെയും സേഫ്റ്റി ഉറപ്പാക്കുക. എങ്ങനെ? സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ. കൂടാതെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ, അതിൻ്റെ സ്പ്രെഡ് തടയുക. അപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ എന്നും അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നും അതൊക്കെ ഒരു സെപ്പറേറ്റ് സെക്ഷനാണ്. അതൊക്കെ കൂടെ നോക്കി വയ്ക്കുക. അതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, സർജറിക്ക് ശേഷം വരുന്ന ഇൻഫെക്ഷൻസ്. അതിലൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇംപ്രോപ്പർലി സ്റ്റെറിലൈസ് ചെയ്ത സർജിക്കൽ എക്യുപ്മെൻറ്റ്, സർജിക്കൽ മെഡിക്കൽ ഡിവൈസുകളൊക്കെയാണ്. ഓക്കെ. കൂടാതെ നമ്മൾ ഈ ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, PP ധരിച്ചാണ് നമ്മൾ വാഷിങ്ങിന് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് നമ്മൾ വാഷിങ്ങിന് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും നീഡിൽ പ്രിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ്, അല്ലെങ്കിൽ ഒരു ബ്ലേഡ്, അല്ലെങ്കിൽ നീഡിൽസ്, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, സിസേഴ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൈകളിൽ മുറിവുണ്ടായി ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അതുവഴി ബ്ലഡ് ബോൺ പാത്തോജൻസ്, ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്തോജൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ CSSDയിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള വാക്സിനേഷനൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങളും പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതേപോലെ ഡീകണ്ടാമിനേഷൻ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുക. 3 ഡോസ് വാക്സിനാണ്, അതെടുക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി,
HIV ഇതൊക്കെയാണ് മെയിൻ ബ്ലഡ് ബോൺ പാത്തോജൻസ്. ഇതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ വളരെ കൂടുതലാണ്. വളരെ ചെറിയൊരു ശതമാനം ബ്ലഡ് വഴി പോലും ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും, അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇതേപോലെ വാഷിങ്ങിന് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡീകണ്ടാമിനേഷൻ ഏരിയ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഇൻസ്ട്രുമെൻ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നീഡിൽ പ്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്സ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ കട്ട്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അറിയിക്കുക, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനെയൊക്കെ അറിയിക്കുക, വേണ്ട നടപടികൾ എടുക്കുക. ഓക്കെ, അതും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ ജനറലായിട്ട് പറഞ്ഞതാണ്. നമുക്കിനി ക്ലീനിങ്ങിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ എന്താണ് ക്ലീനിങ്? ക്ലീനിങ് എന്ന് പറയുന്നത് സോയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡിവൈസുകളുടെയും ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ പുറത്തുള്ള നമുക്ക് കാണാൻ കഴിയുന്ന വിസിബിൾ ആയിട്ടുള്ള ആ സോയിലിനെയും മറ്റ് ഫോറിൻ മെറ്റീരിയൽസിനെയും, ഡർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കെമിക്കൽസ് അങ്ങനെയുള്ള ഫോറിൻ മെറ്റീരിയൽസിനെയും ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. സോയിൽസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു, ബ്ലഡ്, പസ്, ടിഷ്യൂസ്, ബോൺ പീസസ് അല്ലെങ്കിൽ മറ്റ് പേഷ്യൻറ്റിൻ്റെ ബോഡി ഫ്ലൂയിഡ്സ്, ഇതിനെയൊക്കെയാണ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ സോയിൽ എന്ന ഒരു വേർഡ് കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത്, നമ്മൾ ഈ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഡിവൈസുകളെ എപ്പോഴൊക്കെയാണ് ക്ലീനിങ് ചെയ്യേണ്ടത് എന്നാണ്. അതിലൊന്നാമത്തത് ആഫ്റ്റർ യൂസ് ആണ്. അതായത് ഒരു പേഷ്യൻ്റ് കെയർ പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിന് മെഡിക്കൽ ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം അല്ലേ, എന്നാലേ നമുക്ക് അടുത്ത് സ്റ്റെറിലൈസ് ചെയ്ത് അടുത്ത് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, നമ്മൾ സ്റ്റെറൈൽ പാക്കേജ് ഓപ്പൺ ചെയ്ത് ആ ഇൻസ്ട്രുമെൻ്റ് അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസ് ആയി, പക്ഷേ അത് യൂസ് ചെയ്തില്ല, എന്നാലും നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് വരുമ്പോൾ അതും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ. പിന്നെ ഈ ഓർത്തോയുടെയും ന്യൂറോയുടെയൊക്കെ കേസുകളിൽ പുറത്തു നിന്നുള്ള ലോണർ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് സെറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് റീപ്രോസസ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ.